അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. നവംബർ 11 ഇന്ത്യ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഈ സ്വതന്ത്ര ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ സംഭാവനകൾ നൽകിയ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. AI ഉൾപ്പെടെ പുതിയ ശാസ്ത്ര മുന്നേറ്റങ്ങൾ വിദ്യാഭ്യാസ പ്രക്രിയയെയും സാമൂഹിക ജീവിത ക്രമത്തെയും മാറ്റിപ്പണയുന്നു. ആധുനിക ലോകത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നാം വൈജ്ഞാനിക ലോകത്ത് മുന്നേറണം. പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണം. പ്രശസ്തമാക്കപ്പെട്ടൊരു കഥയുണ്ട്. ഒരു മരവെട്ടക്കാരൻ ജോലി തേടിയിറങ്ങി. അദ്ദേഹത്തിന്റെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശസ്തമാക്കപ്പെട്ട മനക്കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. അദ്ദേഹം അവനിക്ക് ജോലി നൽകി. ശമ്പളം ജോലി ചെയ്യുന്നതിനനുസരിച്ച് ലഭിക്കുമെന്നായപ്പോൾ അദ്ദേഹം കൂടുതൽ മരം മുറിച്ച് പണം സമ്പാദിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം 18 മരം മുറിച്ചു. ഇത് കണ്ട യജമാനന് സന്തോഷമായി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. രണ്ടാമത്തെ ദിവസം അദ്ദേഹം 15 മരം മാത്രമേ മുറിച്ചുള്ളൂ. മൂന്നാമത്തെ ദിവസമോ അദ്ദേഹം 8 മരം മാത്രമേ മുറിച്ചുള്ളൂ. ഇത് കണ്ട മരവെട്ടുകാരന് നിരാശ തോന്നി. അദ്ദേഹം തൻ്റെ യജമാനന്റെ അടുത്തെത്തി. താൻ ദിവസം തോറും മുറിക്കുന്ന മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നുവെന്നും തൻ്റെ ശക്തി ക്ഷയിച്ചു പോയെന്നും അദ്ദേഹം യജമാനനോട് ദയനീയമായി പറഞ്ഞു. ഇത് കേട്ട ബുദ്ധിമാനായ യജമാനൻ അദ്ദേഹത്തിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, താങ്കളുടെ മരുവിന്റെ മൂർച്ച കൂട്ടിയത് ഓർക്കുന്നുണ്ടോ? ഇത് കേട്ട മരവെട്ടുകാരൻ നിരാശയോടെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, താൻ മരുവിന്റെ മൂർച്ച കൂട്ടാറില്ലെന്നും അതിനുള്ള സമയം ലഭിച്ചില്ലെന്നും താൻ മുഴുവനും മരം വെട്ടുന്ന തിരക്കിലായിരുന്നുവെന്നും പറഞ്ഞു. കൂട്ടുകാരൻ, അറിവിന്റെ ലോകം വിശാലമാണ്. നിരന്തരമായ പഠന പ്രക്രിയയിലൂടെ മാത്രമേ ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികളെ അതിജയിക്കാനാവൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.